മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. പൂങ്കുന്നത്തും സംഗീത നാടക അക്കാദമിയിലും പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് ജനസാഗരം. സംസ്കാരം നാളെ പറവൂർ ചേന്നമംഗലത്തെ തറവാട്ടുവളപ്പിൽ. ലൈംഗിക അധിക്ഷേപ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. അടിയന്തരമായി ഹർജി കേൾക്കേണ്ട സാഹചര്യമെന്തെന്ന് ഹൈക്കോടതി. പൊതുയിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും കോടതി. നെല്ലുവായ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ വൈകുണ്ഠ ഏകാദശി ഇന്ന് ആഘോഷിക്കുന്നു. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ തൊഴുത് അനുഗ്രഹം നേടാൻ വൻ ഭക്തജന തിരക്ക്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ 5 ആനപ്പുറത്ത് ശീവേലി നടന്നു. ചാലക്കുടിയിൽ സ്കൂട്ടറിന് പിന്നിൽ ലോറിയിടിച്ച് വയോധികൻ മരിച്ചു. മാള സ്വദേശി ജോർജാണ് മരിച്ചത്. റെയിൽവേ സ്റ്റേഷൻ കവാടത്തിന് സമീപം സ്കൂട്ടറിന്റെ പിന്നിൽ ചരക്ക് ലോറി ഇടിച്ചായിരുന്നു അപകടം. ആർത്താറ്റ് കടന്നൽ കുത്തേറ്റ് 2 പേർക്ക് പരിക്കേറ്റു. ആർത്താറ്റ് സ്വദേശി മണി, കാണിപ്പയ്യൂർ സ്വദേശി ഷിബു എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. വാർത്തകൾ വിശദമായി. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. രാവിലെ മൃതദേഹം പൂങ്കുന്നത്തെ വീട്ടിലെത്തിച്ചു. നിരവധി പേരാണ് പ്രിയ ഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പൂങ്കുന്നത്തെത്തിയത്. തുടർന്ന് റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനത്തിന് വെച്ചു. മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, മേയർ എം കെ വർഗീസ്, മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ, MLA പി ബാലചന്ദ്രൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, വി കെ ശ്രീകണ്ഠൻ MP, ചലച്ചിത്ര നടന്മാരായ ബാലചന്ദ്ര മേനോൻ, മനോജ് കെ ജയൻ, ജയരാജ് വാര്യർ, ചലച്ചിത്ര സംവിധായകരായ സത്യനന്ദിക്കാട്, കമൽ, സിബി മലയിൽ, സംഗീത സംവിധായകരായ ശ്രീകുമാരൻ തമ്പി, വിദ്യാധരൻ മാസ്റ്റർ, ഔസേപ്പച്ചൻ, മാറോഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത തുടങ്ങി കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 1 മണിയോടെ പൂങ്കുന്നത്തെ വസതിയിലേക്ക് പൊതുദർശനത്തിനായി ഭൌതിക ശരീരം കൊണ്ടുപോയി. നാളെ ഉച്ചയ്ക്ക് 3-ന് പറവൂർ ചേന്നമംഗലത്തെ തറവാട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. പൂങ്കുന്നത്തെ വസതിയിലെത്തിച്ച പി ജയചന്ദ്രന്റെ ഭൌതിക ശരീരത്തിൽ പത്മശ്രീ ഭരത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റിൻ ചേരുന്നു. അഗസ്റ്റിൻ, ഭാവഗായകൻ പി ജയചന്ദ്രൻ നമ്മെ വിട്ടുപോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് പൂങ്കുന്നത്തുള്ള അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചത്. അതിനെ തുടർന്ന് അല്പനേരം മുമ്പ്, ഒരു ഏകദേശം 45 മിനിറ്റ് മുമ്പ്, പത്മശ്രീ മമ്മൂട്ടി, അതുപോലെ തന്നെ ബിജു മേനോൻ, ഗായകൻ MG ശ്രീകുമാർ, സംവിധായകൻ SN സ്വാമി തുടങ്ങി നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ തുടങ്ങിയ ആളുകളെല്ലാം ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു. ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമ, സാഹിത്യ, സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇന്ന് ഈ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം നാളെ രാവിലെ 8 മണിക്കാണ് അദ്ദേഹത്തിന്റെ ജന്മഗൃഹമായ പറവൂർ ചേന്നമംഗലത്തുള്ള തറവാട്ട് വസതിയിലേക്ക് ഭൗതിക ശരീരം കൊണ്ട് പോവുക. അവിടെ 3 മണി വരെ പൊതുദർശനത്തിന് വെച്ച ശേഷം 3 മണിക്കാണ് തറവാട്ട് വളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുക. ഇതാണ്
ലൈംഗിക അധിക്ഷേപ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. അടിയന്തരമായി ഹർജി കേൾക്കേണ്ട സാഹചര്യമെന്തെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. പൊതുയിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്നും കോടതി ചോദിച്ചു. സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് ബോബിയുടെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. തനിക്കെതിരായ കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് ബോബി കോടതിയിൽ പറഞ്ഞു. പരാതിക്കാരി മാധ്യമങ്ങളിലൂടെ തന്നെ വേട്ടയാടുകയാണെന്ന് ഹർജിയിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. അതേസമയം ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് വാഹനം തടഞ്ഞ ബോച്ചെ അനുയായികൾക്കെതിരെ പോലീസ് കേസെടുക്കും. കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനുള്ള ശ്രമമെന്ന് വിലയിരുത്തിയാണ് നടപടിക്ക് പോലീസ് ഒരുങ്ങുന്നത്. എറണാകുളം ജില്ലാ ആശുപത്രി പരിസരത്ത് വെച്ചാണ് ബോബി ചെമ്മണ്ണൂർ അനുകൂലികൾ വാഹനം തടഞ്ഞത്. പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിക്ക് വൻ ഭക്തജന തിരക്ക്. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ തൊഴുത് അനുഗ്രഹം നേടാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. പുലർച്ചെ 4-ന് ആരംഭിച്ച നിർമ്മാല്യ ദർശനത്തോടെയാണ് സ്വർഗവാതിൽ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കമായത്. ഭഗവത്ഗീത പാരായണം, സ്തോത്ര പഞ്ചശിക പാരായണം, നാരായണീയ പാരായണം എന്നിവ നടന്നു. 7 മണി മുതൽ സംഗീതോത്സവം ആരംഭിച്ചു. 10-ന് പ്രമുഖ സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ 4 ദിവസങ്ങളിലായി നടന്ന ധന്വന്തരി സംഗീതോത്സവത്തിന് സമാപനമായി. പ്രസാദഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. പാളപാത്രത്തിലാണ് പ്രസാദഊട്ട് നൽകുന്നതെന്ന് പ്രത്യേകം ഈ ക്ഷേത്രത്തിലുണ്ട്. ഉച്ചയ്ക്ക് പഞ്ചവാദ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടെ കാഴ്ച ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് ഗജവീരന്മാരോട് കൂടിയ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഏക്കമില്ലാതെ വഴിപാടായിട്ടാണ് ആനകൾ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നത്. വൈകിട്ട് 6-ന് ദീപാരാധന, സ്പെഷ്യൽ നാദസ്വരം, ഭക്തിഗാനമേള, രാത്രി 10-ന് വിളക്കെഴുന്നള്ളിപ്പ്, തായമ്പക, ഡബിൾ തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, പഞ്ചവാദ്യം, മേളം, നാദസ്വരം എന്നിവ നടക്കും. തിരുവമ്പാടി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ഇന്ന് ആഘോഷിക്കുന്നു. 5 ആനപ്പുറത്ത് ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാർ പഞ്ചാരി മേളത്തിന് നേതൃത്വം നൽകി. കൗസ്തുഭം ഹാളിൽ നടന്ന പ്രസാദഊട്ടിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. കലാമണ്ഡലം നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ഓട്ടംതുള്ളൽ നടന്നു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപം സ്കൂട്ടറിന് പിന്നിൽ ലോറി ഇടിച്ച് വയോധികൻ മരിച്ചു. മാള പഴൂക്കര മാതിരപ്പള്ളി വീട്ടിൽ 73 വയസ്സുള്ള ജോർജാണ് മരിച്ചത്. പഴൂക്കരയിൽ നിന്നും ചാലക്കുടിയിലേക്ക് ഇലക്ട്രിക് സ്കൂട്ടറിൽ വന്നതായിരുന്നു ജോർജ്. റെയിൽവേ സ്റ്റേഷൻ കവാടത്തിന് സമീപം ബ്രേക്കിട്ട സ്കൂട്ടറിന്റെ പിന്നിൽ ചരക്ക് ലോറി വന്നിടിക്കുകയായിരുന്നു. ലോറിയുടെ ഇടയിൽപ്പെട്ട ഇയാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പരിസരവാസികൾ ഓടിക്കൂടി അപകടത്തിൽപ്പെട്ടയാളെ ഉടനെ ചാലക്കുടി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആർത്താറ്റ് കടന്നൽ കുത്തേറ്റ് 2 പേർക്ക് പരിക്കേറ്റു. ആർത്താറ്റ് സ്വദേശി മണി, കാണിപ്പയ്യൂർ സ്വദേശി ഷിബു എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു സംഭവം. മണിയുടെ പറമ്പിന്റെ സർവേക്ക് എത്തിയതായിരുന്നു ഷിബു. പക്ഷികൾ വന്നിരുന്നതിനെ തുടർന്ന് സമീപത്തെ മരത്തിലെ കടന്നൽ കൂട് ഇളകുകയായിരുന്നു. ഈ സമയം പറമ്പിലുണ്ടായിരുന്ന ഇരുവരെയും കടന്നലുകൾ ആക്രമിച്ചു. സമീപത്തെ തോട്ടിലേക്ക് എടുത്തു ചാടിയാണ് ഷിബു രക്ഷപ്പെട്ടത്. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കടന്നൽക്കൂട് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും കടന്നൽക്കൂട് എടുത്തു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പഴഞ്ഞി മങ്ങാട് കടന്നൽ കുത്തേറ്റ് ഗൃഹനാഥൻ മരിച്ചിരുന്നു.
കടവല്ലൂർ കരിക്കാട് ചോല മേഖലയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മാവിലെ വൻ തേനീച്ചക്കൂട് ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു. വീടിന് പുറത്ത് ലൈറ്റുകൾ തെളിയിച്ചാൽ തേനീച്ചകൾ കൂട്ടമായി എത്തുന്നത് പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. സ്ഥലമുടമയോടും പഞ്ചായത്തിലും പരാതി പറഞ്ഞിട്ടും മാസമായിട്ടും യാതൊരു വിധ പരിഹാരമൊന്നുമില്ലെന്ന് പരിസരവാസിയായ ചെറുവത്തൂർ മറിയാമ്മ പറഞ്ഞു. മേഖലയിൽ കുട്ടികളടക്കം പലർക്കും തേനീച്ചയുടെ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അധികൃതർ ഇടപെട്ട് തേനീച്ചക്കൂട് നശിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരു തേനീച്ചക്കൂട് വലുതായിട്ടൊന്ന് നിലകൊള്ളുന്നു. അത് നിങ്ങൾക്ക് രാത്രി പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ അത് അത്രയും ഉപദ്രവം ഞങ്ങൾ അനുഭവിക്കുന്നു. വാതിൽ തുറക്കാനും പറ്റില്ല, പുറത്ത് നടക്കാനും പറ്റില്ല. അതിനെ പലരും കുത്തി വേദന അനുഭവിക്കുന്നുണ്ട്. അതിന് പല പരാതികളും പഞ്ചായത്തിൽ കൊടുത്തു. അതിന് ഇതുവരെ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രന് അന്തിമോപചാരം അർപ്പിച്ച് ഗായകൻ MG ശ്രീകുമാർ പൂങ്കുന്നത്തെ വസതിയിലെത്തിയാണ് അന്തിമോപചാരം അർപ്പിച്ചത്. അങ്ങനൊരു വിട പറയൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് ഓർമ്മകളാണ്. ഞാൻ അദ്ദേഹത്തിനെ ആദ്യം കാണുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസിൽ വെച്ചാണ്. അന്ന് തൊട്ടുള്ള ഊഷ്മള ബന്ധം കഴിഞ്ഞ മാസം വരെ തുടർന്നു. അനശ്വരനായ ഒരു ഗായകൻ, അതിനപ്പുറം തനതായ ശൈലി, തനതായ ശബ്ദം, അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും പാടിയ ഒരു അത്ഭുത പ്രതിഭാസം. സത്യം സത്യമാണെന്ന് മാത്രം പറയുന്ന ഒരു വ്യക്തി. ജയേട്ടൻ എന്തുകൊണ്ടൊരു ഭാഗ്യവാനാണ്. കാരണം അദ്ദേഹം പാടിയ പാട്ടുകളെല്ലാം തന്നെ ഇന്ന് ലോകം മുഴുവനുള്ള മലയാളികൾ ഏറ്റു പാടിക്കൊണ്ടിരിക്കുകയാണ്. തെക്കുംകര പഞ്ചായത്തിലെ പാടശേഖരത്തിലെ ശല്യം ചെയ്യുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനം. നെൽക്കതിരുകൾ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ മകരക്കൊയ്ത്തിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വിരുപ്പാക്ക, മണലിപ്പാടം പാടശേഖരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പന്നിശല്യം മൂലം കർഷകർ ദുരിതത്തിലായിരുന്നു. കാട്ടുപന്നികളെ പേടിച്ച് രാത്രിയിൽ കൃഷിക്ക് കാവലിരിക്കുന്ന അവസ്ഥയിലാണ് നെൽകർഷകർ. പാട്ടകൊട്ടി ശബ്ദം വെച്ചും പടക്കം പൊട്ടിച്ചും പ്രതിരോധ ശ്രമങ്ങൾ തുടരുമ്പോഴും പന്നികൾ കൃഷി നശിപ്പിക്കുന്നത് നിർബാധം തുടരുകയാണ്. ഇതേ തുടർന്നാണ് വിരുപ്പാക്ക മണലിപ്പാടത്തിന് പുറമെ പുന്നംപറമ്പ്, തെക്കുംകര, മേപ്പാടം, അമ്പലപ്പാട്, മലാകം, കല്ലംപാറ, വെസ്റ്റ് പാടശേഖരം, മലാക്ക എന്നീ പാടശേഖരങ്ങളിലാണ് ഷൂട്ടർമാർ എത്തുന്നത്. തെക്കുംകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടുത്ത ദിവസങ്ങളിൽ പന്നികളെ വെടിവെച്ചു കൊല്ലും. TCV ന്യൂസ്, വടക്കാഞ്ചേരി. മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം KJ യേശുദാസിന് 85ാം പിറന്നാൾ. ഒൻപതാം വയസ്സിൽ തുടങ്ങിയ സംഗീത സബര്യ തലമുറകൾ പിന്നിട്ട് ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. മലയാളികൾക്ക് സംഗീത മധുരവും ശ്രുതിശുദ്ധവുമായ ഒരു കാലമാണ് യേശുദാസ്. മലയാളത്തിന്റെ ദേശസത്തയെ മലയാളി വീണ്ടെടുത്ത നാദരൂപം. 1960 തൃപ്പൂണിത്തുറ RLV അക്കാദമിയിൽ നിന്ന് 1ാം റാങ്കോടെ ഗാനഭൂഷണം. പിന്നീട് സംഗീതഭൂഷണത്തിന് തിരുവനന്തപുരം സ്വാതി തിരുനാൾ അക്കാദമിയിലെത്തിയത് വഴിത്തിരിവായി. പ്രിൻസിപ്പലായിരുന്ന ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ വഴി സാക്ഷാൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സവിധത്തിലേക്ക്. MB ശ്രീനിവാസന്റെ സംഗീതത്തിൽ കാൽപ്പാടുകൾ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവിന്റെ വരികൾ പാടി സിനിമ സംഗീത ലോകത്തേക്ക്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഓരോ മലയാളിയുടെയും ഹൃദയാന്തരത്തിൽ ആ മാസ്മരിക ശബ്ദമുണ്ട്. പ്രണയം, വിരഹം, ദുഃഖം, നിരാശ, സന്തോഷം തുടങ്ങി സമ്മിശ്ര വികാരങ്ങളുടെ പ്രതിഫലനമാണ് ആ ശബ്ദ സാന്നിധ്യം.
KJ യേശുദാസിന്റെ രവീന്ദ്രനുമായുള്ള കൂട്ടുകെട്ട് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്നാണ്. എന്തിനു വേറൊരു മധുവസന്തം ഇന്നു നീ എന്നരികിലില്ലേ. പാട്ടിന്റെ മോഹവലയം തീർക്കുന്ന ശബ്ദ സാന്നിധ്യം കൊണ്ട് ജാതിമത ഭേദമെന്നെ നിരവധി ഭക്തിഗാനങ്ങളിലും യേശുദാസ് ഹിറ്റുകൾ സമ്മാനിച്ചു. ദൈവങ്ങളെ ദിവസവും മന്ത്രിച്ചുണർത്തുന്ന ശബ്ദമായി യേശുദാസ് മാറുകയായിരുന്നു. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം. യേശുദാസ് പാടാത്ത ഇന്ത്യൻ ഭാഷകളില്ല. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം 8 തവണ നേടിയ ഇദ്ദേഹം കേരള, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ബംഗാൾ സംസ്ഥാനങ്ങളുടെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഇപ്പോ ശിഖരം മാച്ച് തകരം ഇപ്പോ തങ്കം മാച്ച്. 2017 പത്മവിഭൂഷൺ, 2002 പത്മഭൂഷൺ, 1973 പത്മശ്രീ എന്നീ ബഹുമതികൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. സംഗീത പ്രേമികളുടെ ഹൃദയത്തെ തൊട്ടുണർത്തിയ അനശ്വര ഗാനഗന്ധർവന് മലയാളികളുടെ സ്വന്തം ദാസേട്ടന് പിറന്നാളാശംസകൾ. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. അനുമോദന ചടങ്ങിൽ ഓർത്തഡോക്സ് സഭയുടെ മദ്രാസ് ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ പീലിക്സിനോസ് മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ കുട്ടികളെയും അധ്യാപകരെയും അഭിനന്ദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ്, ബദനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, വെള്ളുത്തിരുത്തി ബ്ലമിംഗ് ബഡ്സ് ബദനി സ്കൂൾ പ്രിൻസിപ്പൽ C ഷെബ ജോർജ്, ബദനി സെന്റ് മേരീസ് നഴ്സറി ഹെഡ് മിസ്ട്രസ് റീന ഡേവിസ് എന്നിവർ സന്നിഹിതരായിരുന്നു. വിഭാഗത്തിൽ 2 മത്സരങ്ങൾ ഉറുദു പദ്യം ഹൈസ്കൂൾ വിഭാഗത്തിന്റെ സമ്മാനങ്ങളാണ്. ആ കലയെ നെഞ്ചോട് ചേർത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മദ്ദളം, കേളിയിൽ, ചെണ്ടയിൽ A ഗ്രേഡ് നേടിയ ശ്രീ നിധിൽ സൈഗാളിനെ താന്യം പഞ്ചായത്ത് 5ാം വാർഡ് അംഗം ആന്റോ തൊറയൻ വസതിയിലെത്തി ഷാൾ അണിയിച്ച് അനുമോദിച്ചു. ADS പ്രസിഡന്റ് വിജയ പ്രഭാകരൻ, ആശാ വർക്കർ സുശീല രാജൻ, അംഗൻവാടി അധ്യാപിക സതീരംഗൻ, ഹെൽപ്പർ നിമ്മി എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും പെരിങ്ങോട്ടുകര കിഴക്കുമുറി കല്ലിങ്ങൽ സൈഗാൾ നിസ ദമ്പതികളുടെ മകനുമാണ് ശ്രീനിധിൽ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ 3ാമത് T നസറുദ്ദീൻ സ്മാരക അവാർഡിന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അർഹനായി. 1 ലക്ഷം രൂപയും സ്വർണ്ണ ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി 10 കോഴിക്കോട് നടക്കുന്ന T നസറുദ്ദീൻ അനുസ്മരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ KN ബാലഗോപാലിന് സമർപ്പിക്കും. ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 4 നടത്താനിരുന്ന പാർലമെന്റ് മാർച്ച് 18ലേക്ക് മാറ്റിയതായി ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ വ്യാപാര ഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര, സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, ട്രഷറർ S ദേവരാജൻ എന്നിവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്ഥാപക നേതാവായ CM ജോർജ് അനുസ്മരണം വിൽവട്ടം യൂണിറ്റിൽ പ്രസിഡന്റ് AR രഘുവിൽ നേതൃത്വത്തിൽ നടന്നു. ജനറൽ സെക്രട്ടറി PO വർഗീസ്, ട്രഷറർ CA വിൽസൺ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ശ്യാം സുരേഷ്, വനിതാ വിംഗ് പ്രസിഡന്റ് MC ഗ്രേസി, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനജീവിതം സ്തംഭിപ്പിച്ചുള്ള റോഡ് നിർമ്മാണത്തിൽ ആശങ്കയെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി. പീച്ചി, വാഴാനി ഡാമുകളെ ബന്ധിപ്പിക്കുന്ന പുന്നംപറമ്പ് തൃശൂർ റോഡ് പൊളിച്ചിട്ടിരിക്കുകയാണ്. പുന്നംപറമ്പ് ചെന്നിക്കര റോഡ് നിർമ്മാണം പൂർത്തിയായെങ്കിലും കാനകളുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ബസ് സർവീസ് പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. അതേസമയം പനങ്ങാട്ടുകര പുന്നംപറമ്പ് റോഡ് പൂർണ്ണമായും അടച്ചതിൽ ആശങ്കയുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പൊളിച്ച സ്ഥലങ്ങളിലും പാലങ്ങൾ നിർമ്മിക്കുന്നിടത്തും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു.
പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് മറ്റത്തൂർ പഞ്ചായത്തിലെ കിഴക്കേ കോടാലി കുന്നത്ത് ക്ഷേത്ര പരിസരത്ത് മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. മിനിമാസ്റ്റ് LED ലൈറ്റ് സിസ്റ്റം കെ രാമചന്ദ്രൻ MLA സ്വിച്ച് ഓൺ ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം KS സൂരജ്, CDS അംഗം ലളിത ബാലൻ എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ 3ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചെമ്മണ്ണൂർ തോട് വൃത്തിയാക്കി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ T സോമശേഖരൻ, PM സുരേഷ് തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന CM ജോർജ് അനുസ്മരണം മണ്ണുത്തിയിൽ സംഘടിപ്പിച്ചു. മണ്ണുത്തി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാ സ്ക്വയറിൽ നടന്ന അനുസ്മരണ ചടങ്ങ് യൂണിറ്റ് പ്രസിഡന്റ് CA ബാബു ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KA ഷിഹാബ്, ട്രഷറർ PG മുരളീധരൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളും വ്യാപാരി സുഹൃത്തുക്കളും യോഗത്തിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി സീനിയർ ചേംബർ ഉദ്ഘാടനം ഞായറാഴ്ച MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചാർട്ടർ പ്രസിഡന്റ് PN രാജൻ, തൃശൂർ സീനിയർ ചേംബർ പ്രസിഡന്റ് ഹംസ M അലി, ചാർട്ടർ സെക്രട്ടറി ജോൺസൺ, മീഡിയ കൺവീനർ ശശികുമാർ കൊടക്കാടത്ത്, പ്രോഗ്രാം ജനറൽ കൺവീനർമാരായ റോയ് ഫ്രാൻസിസ്, റോഷൻ ദേവസി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ പൊതുജനങ്ങൾക്കായി സംരംഭക സഭ നടത്തി. വ്യവസായ വകുപ്പ്, കുടുംബശ്രീ, കേരള നോളജ് ഇക്കോണമി മിഷൻ എന്നിവർ സംയുക്തമായിട്ടാണ് സംരംഭക സഭ നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് സംരംഭക സഭ ഉദ്ഘാടനം ചെയ്തു. സംരംഭക സഭാ ചടങ്ങിന് വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി വ്യവസായ വികസന ഓഫീസർ ബിന്നി മോൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EV പ്രബീഷ്, ജനപ്രതിനിധികളായ ശ്രീദേവി ഡേവിസ്, മിനി മോഹൻദാസ്, TG പ്രവീൺ, സുനീതി അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാണിപ്പയ്യൂർ സെന്റ് MMC ഹൈസ്കൂൾ വാർഷികാഘോഷം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഓർത്തഡോക്സ് സഭ മദ്രാസ് ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ പീലിക്സിനോസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ വാർഷിക പതിപ്പ് ഇന്റർനാഷണൽ ടാഗോർ അവാർഡ് ജേതാവ് വിഷ്ണു കിടങ്ങൂർ പ്രകാശനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ പ്രവീണ ഭവേഷ്, കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ്, നഗരസഭാ കൌൺസിലർ ഷാജി ആലിക്കൽ, ഫാദർ സ്റ്റീഫൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ PJ ജോൺ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന അധ്യാപികയായ മറിയാമ്മ മാത്യുവിന് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി ഉപഹാരം സമർപ്പിച്ചു. സാം T മാത്യു, വാർഡ് കൌൺസിലർ സിന്ധു ആൻഡ്രോ, ഹയർ സെക്കൻഡറി വിഭാഗം PTA പ്രസിഡന്റ് CV ഷംസുദ്ദീൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ റിൻസ് P സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക പ്രസിഡന്റ് CM ജോർജ് അനുസ്മരണം തൃശൂരിൽ സംഘടിപ്പിച്ചു. തൃശൂർ വ്യാപാര ഭവനിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന ട്രഷറർ S ദേവരാജൻ, സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, സംസ്ഥാന ഭാരവാഹികളായ തോമസ് കുട്ടി, PC ജേക്കബ്, K അഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ അനുസ്മരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. ചാലക്കുടി മുനിസിപ്പൽ ടൗൺഹാളിൽ നടന്ന അദാലത്ത് റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങി സാധാരണക്കാരന്റെ ജീവിതം വഴിമുട്ടുന്ന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശിവദാസൻ, PC ബിജു, MS സുനിത, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, RDO ഡോക്ടർ റജിൽ, ചാലക്കുടി തഹസിൽദാർ ആൻഡ്രൂ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് ഇടവക ദിനാഘോഷം സംഘടിപ്പിച്ചു. ദിനാഘോഷം അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോണിക്കര ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മദർ സിസ്റ്റർ സ്റ്റെലസി, ട്രസ്റ്റിമാരായ VP സാൻജോ, വിൻസെന്റ് തോമസ്,
VT ജിനോ, VJ ഡേവിസ്, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ PD സേവ്യർ, CT ആന്റണി, വത്സ ടോം, PP ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവം 13-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം 20 ഗജവീരന്മാരെ അണിനിരത്തി എഴുന്നള്ളിപ്പ് നടക്കും. കീനൂർ അനുഷ്ഠാന കലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പഞ്ചാരിമേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ പ്രമാണിയാകും. തുടർന്ന് വിവിധ പൂരസെറ്റ് കരയോഗങ്ങളുടെ നേതൃത്വത്തിലുള്ള കാവടി വരവ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. രാവിലെ 11 മണി മുതൽ അന്നദാനം നടക്കും. ഉച്ചതിരിഞ്ഞ് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ പാണ്ടിമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ച ശീവേലി നടക്കും. വൈകിട്ട് വരാക്കര ദേശത്ത് നന്ദിക്കര സാംഭവരുടെ പന്തൽ വരവ് എത്തിച്ചേരും. 14-ന് പുലർച്ചെ വേലവരവ്, കരയോഗങ്ങളുടെ പൂരം വരവും തുടർന്ന് ആറാട്ടും നടക്കും. ഞായറാഴ്ച വൈകിട്ട് ഗുരുദേവ KG ഹാളിൽ ആനച്ചമയ പ്രദർശനം നടക്കും. ചടങ്ങുകൾക്ക് തന്ത്രി ഡോക്ടർ വിജയൻ കരുമാത്ര കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രം പ്രസിഡന്റ് MV വിജയൻ, സെക്രട്ടറി MV സുരേഷ്, വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തുരുത്തി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന കലോത്സവം സംഘടിപ്പിച്ചു. KC കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന വയോജന കലോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK ഫൽഗുനൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ PA ഷമീർ, VV ജയൻ, PH ബാബു, ICDS സൂപ്പർവൈസർ CK ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ഏനാമാക്കിൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ വാർഷികവും മെറിറ്റ് ഡേയും ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത കോർപ്പറേറ്റീവ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം, സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ അജിത റോയ്, പയസ് KJ എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി SSLC വിദ്യാർത്ഥികളെ ആദരിച്ചു. പേനകം ശ്രീ ഗുരുദേവ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഞായറാഴ്ച മാതൃപൂജ ഉത്സവം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാതൃപൂജയുടെ ഭാഗമായി വിദ്യാർത്ഥിനികൾ അവരുടെ അമ്മമാരും വിദ്യാലയാങ്കണത്തിൽ ഒരുക്കുന്ന വേദിയിൽ പൂജിക്കുകയും ആദരിക്കുകയും ചെയ്യും. അമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണ സെമിനാറും ഉണ്ടാകും. സംഘാടക സമിതി ഭാരവാഹികളായ ശ്രീനിവാസൻ പണിക്കശ്ശേരി, ഷൈജ പ്രസാദ്, ബിജു സുകുമാരൻ, സുനിൽകുമാർ മാരാത്ത്, ഗോപാലകൃഷ്ണൻ CS എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CPM നേതാവായിരുന്ന മുജീബ് റഹ്മാൻ രക്തസാക്ഷി ദിനാചരണം 20-ന് മുല്ലശ്ശേരിയിൽ നടത്താൻ സംഘാടക സമിതി തീരുമാനിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി യോഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം ഗീത ഭരതൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TV ഹരിദാസൻ, CK വിജയൻ, CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി PA രമേശൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AR സുഗുണൻ, KP ആലി, ആഷിഖ് വലിയകത്ത്, PG സുബിദാസ് എന്നിവർ സംസാരിച്ചു. എളവള്ളി സാമ്പത്തികോദ്ധാരണ സഹകരണ സംഘം ഗുരുദേവ സന്നിധിയിൽ ഉത്സവം ആഘോഷിച്ചു. പൂരം എഴുന്നള്ളിപ്പിൽ ഊരാട്ടുമ്മൽ ഗണപതി ഭഗവതിയുടെ തിടമ്പേറ്റി. മേളത്തിന് ചൊവ്വന്നൂർ സുധാകരൻ സംഘവും നേതൃത്വം നൽകി. ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ CK ബാബു, TK അനിൽ, PV പവിത്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം വർണ്ണാഭമായി. തന്ത്രി അഴകത്ത് മനക്കൽ വിഷ്ണു നമ്പൂതിരി, മേൽശാന്തി വെങ്ങഴിശ്ശേരിയിലത്ത് പുരുഷോത്തമൻ നമ്പൂതിരി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിന് മേളപ്രതിഭ കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം അകമ്പടിയായി. 13 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. കൊമ്പൻ തിരുവാണിക്കാവ് രാജഗോപാലൻ ഭഗവതിയുടെ തിടമ്പേറ്റി. 8 ദേശങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ആഘോഷ ചടങ്ങുകൾ. ക്ഷേത്രസമിതി ഭാരവാഹികളായ കൊച്ചുണ്ണി A കർത്ത, സുരേഷ് കടപ്പശ്ശേരിക്കാരൻ, ഷനോജ് വെട്ടിയാട്ടിൽ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7270 രൂപ, പവന് 58,160 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3313 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. പൂങ്കുന്നത്തും സംഗീത നാടക അക്കാദമിയിലും പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് ജനസാഗരം. സംസ്കാരം നാളെ പറവൂർ ചേന്നമംഗലത്തെ തറവാട്ട് വളപ്പിൽ. ലൈംഗിക അധിക്ഷേപ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. അടിയന്തരമായി ഹർജി കേൾക്കേണ്ട സാഹചര്യമെന്തെന്ന് ഹൈക്കോടതി. പൊതുയിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും കോടതി. നെല്ലുവായ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ വൈകുണ്ഠ ഏകാദശി ഇന്ന് ആഘോഷിക്കുന്നു. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ തൊഴുത് അനുഗ്രഹം നേടാൻ വൻ ഭക്തജന തിരക്ക്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ അഞ്ചാനപ്പുറത്ത് ശീവേലി നടന്നു. ചാലക്കുടിയിൽ സ്കൂട്ടറിന് പിന്നിൽ ലോറിയിടിച്ച് വയോധികൻ മരിച്ചു. മാള സ്വദേശി ജോർജാണ് മരിച്ചത്. റെയിൽവേ സ്റ്റേഷൻ കവാടത്തിന് സമീപം സ്കൂട്ടറിന്റെ പിന്നിൽ ചരക്ക് ലോറി ഇടിച്ചായിരുന്നു അപകടം. ആർത്താറ്റ് കടന്നൽ കുത്തേറ്റ് 2 പേർക്ക് പരിക്കേറ്റു. ആർത്താറ്റ് സ്വദേശി മണി, കാണിപ്പയൂർ സ്വദേശി ഷിബു എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.